ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ സൺഡേ സ്പെഷ്യൽ പാലപ്പവും ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റൂവിനുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. രാവിലെ തന്നെ ഞങ്ങൾ ആലുവ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് വെജിറ്റബിൾസും ചിക്കനും ഒക്കെ വാങ്ങിയെന്നതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്നു ഞാൻ വെജിറ്റബിൾസ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞു 3 ഉരുളക്കിഴങ്ങും 1 ക്യാരറ്റും ഒരു ചെറിയ സവാളയും 2 പച്ചമുളകുമാണ് ഞാൻ എടുത്തത്. പച്ചമുളകിന് വലിയ എരിവൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ സാധാ ഉണ്ടമുളകില്ലേ, അതാകുമ്പോൾ നല്ല എരിവുണ്ടാവും. എനിക്കത് കിട്ടിയില്ല. പച്ചമുളകാണ് ഞാൻ വാങ്ങിച്ചത്. അതിന് ആ ലുക്ക് മാത്രമേ ഉള്ളൂ, പക്ഷെ തീരെ എരിവില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഉരുളക്കിഴങ്ങൊക്കെ തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എനിക്ക് ആ പീലർ അങ്ങനെ യൂസ് ചെയ്യാൻ അത്ര വശമില്ല. എനിക്ക് കത്തിയാണ് ഈസി. അപ്പം ഞാൻ അത് വെച്ചിട്ട് വേഗം ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം റെഡിയാക്കി പച്ചമുളകും സവാളയും ഒക്കെ അരിഞ്ഞു കേട്ടോ. സവാള അരിയണമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര സ്പീഡിൽ അരിയാൻ പറ്റും. കട്ടിംഗ് ബോർഡ് എനിക്ക് പറ്റത്തില്ല. അങ്ങനെ അതൊക്കെ ഞാൻ അരിഞ്ഞു. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അതൊന്നും ഞാൻ നമ്മുടെ ഇടികല്ലിലിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് അരിഞ്ഞു പോകണ്ട, ഒന്ന് ചതച്ച പരുവം മതി. അതുകൊണ്ട് ഞാൻ ഇടികല്ലിലിട്ട് ഒന്ന് ചതച്ചെടുത്തു. അതും കൂടി നമ്മൾ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസിൽ ചേർത്ത്. ഓൾറെഡി ചിക്കൻ ഞാനാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കുറച്ച് പീസ്, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രം മതി ഈ സ്റ്റൂ. അപ്പോൾ ഒരു കുറച്ച് പീസ് മാത്രം എടുത്ത് അത് ഞാൻ കഴുകി കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഈ വെജിറ്റബിൾസും ചിക്കനും ഒന്നിച്ചിട്ട് വേവിക്കാമെന്ന് കരുതി കേട്ടോ. 2-3 തവണ വേവിക്കേണ്ടല്ലോ. എന്തായാലും ഒന്നിച്ച് കറിയാക്കാനുള്ളവരാണ്. അവരെ സെപ്പറേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ച് ഒന്നിച്ച് വേവിക്കാമെന്ന് കരുതി. അതിനായിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയുടെ ആവശ്യമുണ്ടായി. കുരുമുളക് പൊടിച്ച് വെച്ചതൊക്കെ എൻ്റെ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ വേഗം കുറച്ച് കുരുമുളക് എടുത്ത് പൊടിച്ച് വെക്കുന്നുണ്ട്. ഇതെന്താ ഇവിടെ ഒരു കാടും പടലമെന്നല്ലേ, അത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പിലയാണ് കേട്ടോ. അത് ചീത്തയായി പോകാതിരിക്കാൻ ഞാൻ വെള്ളത്തിൽ കുത്തി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കുരുമുളകെല്ലാം പൊടിച്ചെടുത്തു. ചിക്കൻ്റെ ഒപ്പം ഞാൻ നേരത്തെ കട്ട് ചെയ്ത വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്തു. പിന്നെ ആവശ്യത്തിന് എരിവിന് ആവശ്യമായ കുരുമുളക് ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവ് നോക്കിയതിന് ശേഷം മാത്രം, നിങ്ങൾ ഉപയോഗിക്കുന്ന പച്ചമുളകിന് എരിവുണ്ടെങ്കിൽ വളരെ കുറച്ച് കുരുമുളക് ചേർത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്ത് കുക്കറിൽ അടുപ്പത്തേക്ക് അങ്ങ് വെച്ചു. ഇനി അതവിടെ ഇരുന്നൊരു 2-3 വിസിലടിക്കട്ടെ. ആ സമയത്തേക്ക് നമ്മൾക്ക് ഇനിയും പരിപാടികളുണ്ട്. നമുക്ക് തേങ്ങാപ്പാൽ വേണ്ടേ. തേങ്ങാപ്പാൽ ചിരണ്ടാനായിട്ട് നമ്മുടെ ആളെ കിച്ചണിലേക്ക് വിളിച്ചിട്ടുണ്ട്. ആളെനിക്ക് വേഗം തേങ്ങയൊക്കെ ചിരവി തന്നു. എനിക്ക് താഴെ ഇരുന്ന് ചിരണ്ടുന്ന അങ്ങനത്തെ ടൈപ്പ് ചിരവയാണ് കേട്ടോ ഇഷ്ടം. എൻ്റെ ചിരവയ്ക്ക് നല്ല മൂർച്ചയുണ്ട്. വേഗം നിന്ന് തേങ്ങ ചിരവി എടുക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ വേഗം തേങ്ങാപ്പാൽ ആദ്യം തന്നെ 1-ാം പാലാണ് കേട്ടോ എടുക്കുന്നത്. നമ്മൾ ചിരവിയ തേങ്ങയിൽ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ 1-ാം പാൽ എടുത്തത്. 1-ാം പാൽ നല്ലോണം പിഴിഞ്ഞു. അതിനിടയ്ക്ക് കുറച്ച് തേങ്ങാപ്പീരയൊക്കെ പാലിനകത്തേക്ക് വീണിട്ടുണ്ട്. പക്ഷേ ഞാനിത് 2-3 വട്ടം അരച്ചതിന് ശേഷം നമ്മൾ ഇനി കറിയിലേക്ക് ചേർക്കുമ്പോൾ ഞാൻ ഒന്നുകൂടെ അരിച്ചിട്ടാണ് കറിയിലേക്ക് ഒഴിക്കുക. എനിക്ക് ഒട്ടും തേങ്ങാപ്പീര വീഴുന്നത് ഇഷ്ടമല്ല. അപ്പോൾ 2-ാം പാലിനുള്ളത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഞാൻ 2-3 തവണയും കൂടെ ഒന്ന് കറക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ 2-ാം പാൽ നമുക്ക് സെറ്റായി കിട്ടും. ഇനി അത് വീണ്ടും ഒന്ന് അരിച്ചെടുക്കണം നല്ലോണം. അത് വെള്ളം ചേർത്താലും കുഴപ്പമില്ല, 2-ാം പാലല്ലേ. 1-ാം പാൽ ഞാൻ ഒന്നുകൂടെ അരിച്ച് വേറൊരു ബൗളിലേക്ക് മാറ്റി. എന്നിട്ട് നമ്മൾ ആ ബൗൾ കഴുകിയിട്ട് അതിലേക്ക് ഞാൻ 2-ാം പാൽ അരിച്ചെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ ആവശ്യത്തിനനുസരിച്ച് ഞാനിപ്പം ഒരു നേരത്തെ കറിക്ക് വേണ്ടി മാത്രമല്ല ചേർക്കുന്നത്. അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ പാലാക്കാനായിട്ട്. ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പിന്നെ ചോറിനോ ഒന്നും നമ്മൾ കഴിക്കത്തില്ല. സ്റ്റൂ എന്ന് പറയുന്നത് നമ്മൾ അപ്പത്തിനോ അങ്ങനെ എന്തെങ്കിലും മാത്രമാണ് കഴിക്കുന്നത്. അപ്പോൾ ഒരുപാട് വെച്ച് വെച്ചാൽ അത് വേസ്റ്റ് ആയിപ്പോൾ. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഞാൻ തേങ്ങാപ്പാൽ 2-ാം പാലും കൂടെ നല്ലോണം പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2-ാം പാൽ ചേർത്തിട്ടാണ് നമ്മൾ കറി ഓൾമോസ്റ്റ് കുക്ക് ചെയ്യുന്നത്. അതിനുശേഷം 1-ാം പാൽ ഒഴിച്ച് നമ്മളത് തിളപ്പിക്കുന്നില്ല. 1-ാം പാൽ ഒന്ന് ചൂടായ ഉടനെ തന്നെ നമ്മൾ ഓഫ് ചെയ്തെടുക്കണം. 1-ാം പാൽ തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കറിക്ക് ടേസ്റ്റ് ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ അത് ഒന്ന് നോട്ട് ചെയ്യുക. എല്ലാവരും 2-ാം പാൽ നല്ലോണം തിളപ്പിക്കുന്നത്. ഇപ്പം ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളൊക്കെ ഓൾറെഡി നല്ല സ്റ്റൂ വെച്ച് നല്ലൊരു കുക്കിംഗ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരല്ലേ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ സ്റ്റൂ ട്രൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി സ്റ്റൂവിലേക്ക് ആവശ്യമായ സവാള കുറച്ച് ഞാൻ അരിയുന്നുണ്ട് കേട്ടോ. ഞാൻ അരിയുന്നതിൻ്റെ സ്പീഡ് കണ്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് സവാള അരിയാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല നൈസായിട്ട് ഞാൻ അരിയും. പക്ഷേ എനിക്കിങ്ങനെ കയ്യുറിയും കത്തിയും വേണം. കട്ടിംഗ് ബോർഡാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കും. ഓരോ പീസിൻ്റെ അളവ് നോക്കി ടൈം എടുക്കും. ഈ സ്പീഡിലൊന്നും എനിക്ക് അരിയിൽ നടക്കില്ല. മാത്രമല്ല അരിയുമ്പോൾ ഞാൻ ചിലപ്പോൾ എൻ്റെ നഖവും കൂടി കൂടെ കട്ട് ചെയ്തിടും. അതാണ് അവസ്ഥ. കട്ടിംഗ് ബോർഡ് എനിക്ക് തീരെ വശമില്ല. പിന്നെ സവാളയും പച്ചമുളകും അരിഞ്ഞ് ഞാൻ സൈഡിലേക്ക് മാറ്റി വെച്ചു. പിന്നെ കുറച്ച് ഗ്രാമ്പൂ, പിന്നെ ഏലക്ക 2 ഞാൻ എടുത്തുള്ളൂ. ആ 2 അതിൻ്റെ അകത്തുള്ള കുരു മാത്രം അവിടെ പൊട്ടിച്ച് വെച്ചു.
പിന്നെ കുറച്ച് കറുവപ്പട്ട, ഒരു ഇത്തിരി പെരിഞ്ജീരകം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ലേശം പെരിഞ്ജീരകം കൂടി എടുത്ത് വെച്ചു. എന്നിട്ട് ഞാൻ നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ആവശ്യത്തിനുള്ള കാഷ്യൂനട്ടും കിസ്മിസും ഒന്ന് വറുത്ത് കോരി വെക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് വേറെ പാൻ തപ്പണ്ടല്ലോ, എടുത്താലും അത് ഞാൻ തന്നെ കഴുകി വെക്കണ്ടേ. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള കാഷ്യൂനട്ടും കിസ്മിസും ഞാനൊന്ന് റെഡിയാക്കുന്നുണ്ട്. കാഷ്യൂ ഇച്ചിരി പൊട്ടിക്കാൻ പാടായിരുന്നു, അതുകൊണ്ട് ഞാൻ കത്തിനെ ഒന്ന് സഹായത്തിന് വിളിച്ചതാണ്. അത് ഞാൻ അതൊന്ന് റെഡിയാക്കി. അത്യാവശ്യം സൈസ് ഉണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ അതൊന്നും കൂടി നടുവേ ഒന്ന് നുറുക്കുന്നുണ്ട്, ഒന്ന് ഒടിച്ചിട്ടിട്ട് ആവശ്യത്തിന് കിസ്മിസ്. ഒരുപാടായിക്കഴിഞ്ഞാൽ മധുരം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഒരു 4-5 കിസ്മിസും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും. ആദ്യം കിസ്മിസ് ഞാനങ്ങ് നല്ല ബോൾ പോലെ ആയി വന്ന ടൈമിൽ അതങ്ങ് വറുത്ത് കോരി മാറ്റി. അതിനിടയ്ക്ക് എൻ്റെ കൈയൊന്ന് പാനിൽ കൊണ്ട് ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഭാഗമാണ് കിസ്മിസൊക്കെ കുറച്ച് സ്റ്റവിലൂടെ കിടക്കുന്നത്. പിന്നെ കാഷ്യൂനട്ട് ഒന്ന് വറുത്ത് കോരുന്നുണ്ട്. ഒരു ചെറിയ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കത് വറുത്ത് കോരാം. പിന്നെ ഞാൻ തുറന്ന് വെച്ചിരുന്ന കിസ്മിസ് കാഷ്യൂനട്ടും എല്ലാം ഒന്ന് അടച്ച് മാറ്റി വെച്ചു. സ്റ്റവിൽ കുറച്ച് എണ്ണ വീണിട്ടുണ്ടായിരുന്നു, അത് കൈയോടെ തന്നെ ഞാൻ അങ്ങ് തുടച്ചിട്ടു. എന്നിട്ട് കാഷ്യൂനട്ടും വറുത്ത് കോരി വെച്ച് കേട്ടോ. ഒരു മീഡിയം കളറാവാനേ പാടുള്ളൂ. ഒരുപാട് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതിന് മുന്തിരി ഒന്ന് ചെറുതായിട്ട് കരിഞ്ഞു, കാരണം എൻ്റെ കൈ പൊള്ളിയ ടൈമിൽ കോൺസെൻട്രേഷൻ പോയി. അതുകൊണ്ട് മുന്തിരി ചെറുതായിട്ടൊന്ന് കരിഞ്ഞു, ഓവറായിട്ട് കരിഞ്ഞിട്ടുണ്ട്, ഒരു പൊടിക്കൊന്ന് കരിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാഷ്യൂനട്ട് അത്ര കരിഞ്ഞു പോവാതെ ഞാൻ വേഗം തന്നെ വറുത്ത് കോരി എടുത്തു. പിന്നെ ഈ എണ്ണയിലേക്ക് ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഗ്രാമ്പുവും ഏലക്കയും പെരിഞ്ജീരകവും അതേപോലെ തന്നെ നമ്മുടെ കറുവപ്പട്ടയും കൂടെ ഒന്ന് ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. ഈ ജീരകമൊക്കെ അതിന് വീഴുമ്പോഴത്തേക്കും നമ്മുടെ കടുക് പൊട്ടിക്കുന്നത് പോലെ അതൊക്കെ ഒന്ന് പൊട്ടും കേട്ടോ. ഞാൻ ആദ്യം പേടിച്ചു പോയി, ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ വെള്ളം വല്ലതും ഒഴിച്ചോ, പിന്നെ മനസ്സിലായി ഇതൊക്കെ ഇങ്ങനെ പൊട്ടും എന്നുള്ളത്. അപ്പോൾ അതൊന്ന് പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കഴിഞ്ഞാൽ സവാള വേഗം വഴന്ന് കിട്ടും. നമ്മൾ നേരത്തെ ചിക്കനിലിട്ട ഉപ്പ് നോക്കിയതിന് ശേഷം ആ ഉപ്പ് എന്തോരം ഇട്ടെന്ന് ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ ഇതിലിടാവുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ അവസാനം കറിക്ക് ഉപ്പ് കൂടിപ്പോവും. അപ്പം ഞാൻ അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതിലും ഒരു ലേശം ഉപ്പിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് അവിടെ നിന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഞാൻ കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചു വെച്ച് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ തട്ടി താഴെയിടും, പൊട്ടും. അതുകൊണ്ട് അതെല്ലാം മാറ്റി അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കനൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. ചിക്കനിലെ വെള്ളം ഞാനങ്ങ് കളഞ്ഞു കേട്ടോ, ആ വെള്ളം ഞാൻ എടുക്കാറില്ല. അപ്പോൾ ചിക്കനൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. ഞാൻ അതിനകത്തുനിന്ന് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നമ്മളിപ്പോൾ മിക്സ് ചെയ്തിരുന്ന ആ മിക്സിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിൽ വെള്ളം തീരെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ 2ാം പാൽ നല്ല കൃത്യമായിട്ട് ഒഴിക്കാൻ പറ്റും. ഞാൻ 2ാം പാൽ ഒഴിക്കുമ്പോൾ ഒന്നും കൂടി അരിച്ച് 2ാം പാൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ചിക്കനും ഉരുളക്കിഴങ്ങും ക്യാരറ്റും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് സവാളയും ഗ്രാമ്പൂ പട്ട ഏലക്ക അതെല്ലാം ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി. എന്നിട്ട് എരിവ് നോക്കി, എരിവ് കുറവാണ് ഞാൻ പറഞ്ഞില്ല, പച്ചമുളകിന് തീരെ എരിവില്ലെന്നേ. എന്നിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി, അങ്ങനെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത്. ഇപ്പോൾ എരിവ് പാകമാണ് കേട്ടോ. എരിവ് നോക്കിയതിന് ശേഷം മാത്രമേ രണ്ടാമത് ആഡ് ചെയ്യുള്ളൂ. കുരുമുളക് പൊടിയാണ് വയറപ്പകഞ്ഞ് കുളം വരും, അപ്പോൾ അത് നോക്കിയതിന് ശേഷം മാത്രമേ ആഡ് ചെയ്യാവുള്ളൂ കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഞാൻ ഉപ്പൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ, ഉപ്പ് കുറവായിരുന്നു. പിന്നെ നല്ലോണം കറി തിളച്ച് നല്ല കുറുകി വറ്റാറായപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ 1ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിളപ്പിക്കാനേ പാടില്ല. തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു കൊള്ളത്തില്ലാതാവും. 1ാം പാൽ ഒഴിച്ച് അപ്പോൾ തന്നെ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് പിന്നെ നമ്മൾ വറുത്ത് കോരി വെച്ചിരുന്ന കിസ്മിസും അണ്ടിപ്പരിപ്പും ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി. ഇതിനിടയ്ക്ക് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ കറിവേപ്പിലിടാൻ മറന്നുപോയിന്നേ, എന്നാ ചെയ്യാനാ. ഞാൻ ഉപ്പൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് BP ലോ ആയതാണോ എന്താണെന്നറിയില്ല, ഉപ്പ് കുറവായിരുന്നു. ഞാൻ കുറച്ചും കൂടി ഇട്ട് എന്നിട്ട് ഞാനങ്ങനെ ഇളക്കി. പിന്നെ കുറച്ച് കറിവേപ്പില, നമുക്ക് ഗാർണിഷ് ചെയ്യണമല്ലോ, ഡെക്കറേഷൻ ഇല്ലാണ്ട് എന്ത് പരിപാടി. അപ്പോൾ ഞാൻ പോയിട്ട് ഒരു കാര്യം മറന്നു, നേട്ടനോട് പറഞ്ഞിട്ട് ഓടിയതാണ് കേട്ടോ. ഇത് വേഗം കുറച്ച് കറിവേപ്പില ഞാൻ അവിടെ നാട്ടി വെച്ചിട്ടുണ്ടല്ലോ, അത് കുറച്ച് കൊണ്ടുവന്നത് ആ കറിയിലിട്ടു. പിന്നെ അടുത്ത സ്റ്റെപ്പ് നമ്മുടെ പാലപ്പം. ഞാൻ അപ്പത്തിന് ഇന്നലെ തന്നെ അരച്ച് വെച്ചിട്ടുണ്ട്, അത് നല്ലോണം പുളിച്ച് പൊങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അപ്പത്തിൻ്റെ മാവെടുത്തു, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി അതൊന്ന് മിക്സ് ചെയ്തെടുത്തു. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം അപ്പച്ചട്ടിയിൽ ഒഴിച്ച് നമ്മുടെ സൂപ്പർ പാലപ്പം. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് അപ്പം ഉണ്ടാക്കാറുണ്ട്, പക്ഷേ സ്റ്റൂ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. കഴിച്ചിട്ടുണ്ട്, വല്ല കല്യാണ പരിപാടിക്കൊക്കെ പോകുമ്പോഴേ സ്റ്റൂ കഴിച്ചിട്ടുള്ളൂ, അല്ലാണ്ട് വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കി വെജ് സ്റ്റൂ ഉണ്ടാക്കാറുണ്ട്. അമ്മ ഇടയ്ക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ, ഇതുവരെ ഞാനായിട്ട് ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ അപ്പത്തിൻ്റെ മാവൊക്കെ ഒഴിച്ച് നല്ല രീതിയിൽ നല്ല വട്ടമാക്കി എടുക്കുക. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ ഈ അപ്പം ഇങ്ങനെ വട്ടം കറക്കി എടുക്കാൻ. അപ്പോൾ ആണെങ്കിലും അതെ നമ്മുടെ ദോശയാണെങ്കിലും അതെ ആ കറക്റ്റ് റൗണ്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു മനസ്സുഖമാണ്, ഒരു പെർഫെക്ഷൻ കിട്ടിയതുപോലെയാണ്. അതങ്ങനെ വന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് സങ്കടമാവും, പിന്നെ എനിക്ക് ദേഷ്യം വരും.
അങ്ങനെ കുറേ നേരം നമ്മൾ അതിൻ്റെ ചുവട്ടിൽ വെയിറ്റ് ചെയ്തിരുന്നത്. അതാടാ നമ്മുടെ ഫസ്റ്റ് അപ്പം റെഡിയായി. അങ്ങനെ ഇതാ അപ്പമൊക്കെ എടുത്ത് ഇങ്ങനെ എന്നെ കാണിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു കൈ പൊള്ളുന്നതെന്ന് പറഞ്ഞ് ഞാൻ വേഗം താഴെ വെച്ചു കേട്ടോ. അങ്ങനെ ഇതാ രണ്ടാമത് അടുത്ത അപ്പം ചുട്ടു. ഞാൻ കറക്റ്റ് 5 അപ്പം ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ. 5 അപ്പം കൊണ്ട് 5000 പേരെ കൂട്ടിയെന്നല്ല, 2 പേർക്കാണ് 3 അപ്പം ഏട്ടന്, എനിക്ക് 2 അപ്പം. അത് കറക്റ്റ് മാവേ ഉണ്ടാവുള്ളൂ. അഡീഷണൽ ഒരെണ്ണം ചോദിച്ചാൽ ഉണ്ടാവില്ല, വിശന്നിരിക്കേണ്ടി വരും. കറക്റ്റ് മാവ് അതെങ്ങനെ വരുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എൻ്റെ അളവിനുള്ള മാവ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. പിന്നെ ഞാൻ എന്താ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പാത്രമെല്ലാം കഴുകി വെച്ചു, കട്ടൻ ചായ ഇട്ടു. എന്നിട്ട് ഞാൻ പോയി കുളിച്ച് വന്നിട്ട് ഇതാ ചായ കുടിക്കുകയാണ് കേട്ടോ. സ്റ്റൂവും പാലപ്പും, ആഹാ അന്തസ്, നല്ല കോമ്പിനേഷനായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.